അസ്സലാമലൈക്കും. അപ്പം തന്നെ എല്ലാവരും വിശേഷം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പം എന്താ വലിയ സന്തോഷത്തിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നാട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഡേറ്റ് പറയാൻ സമയമായിട്ടില്ല. ഒരു നീണ്ട സമയം കാത്തിരിക്കണം. അപ്പം ഇന്ന് എനിക്ക് ഡേ ഓഫാണ്. അതായത് ഒരു മാസം ഉണ്ടെങ്കിലും നമുക്ക് ഒഴിവനുസരിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ ഒതുക്കാനും പിന്നെ അലക്കിയിടാനും ഉണക്കാനും ഒക്കെ സമയം കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പം നന്നായിട്ട് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ നല്ല തണവുണ്ട്. ചൂട് സമയമാവാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പെന്നാണ്. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ മഴ പെയ്തിട്ടില്ല. ബാക്കി മറ്റുള്ളിടത്തൊക്കെ ഭയങ്കര മഴ പോലെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇതാ ബോക്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒതുക്കണം. നന്നായിട്ട് പൊടിയുണ്ട്. അപ്പം ഇന്നലെ ബക്കാലയിൽ പോയിട്ട് ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ക്ലീനാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. കുറേശ്ശൊക്കെ ഇട്ട്. പിന്നെന്താ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് ചായക്കൊന്നും വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നിപ്പോൾ എന്തായിരുന്നു ആപ്പിളും ബദാമും ചായയും കുടിച്ച് മരുന്ന് കഴിക്കണം. അലക്കാനിട്ടിട്ടുണ്ട് യൂണിഫോമൊക്കെ. അപ്പം എടുത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ്. പിന്നെ നമുക്ക് വീഡിയോയിൽ പോകാം. ഓക്കെ. ഹലോ, അസ്സലാമലൈക്കും. അപ്പം എന്താണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പല്ല, മാസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് ഇപ്പം പോസ്റ്റ് ചെയ്യണത്. അങ്ങനെ ഒരു മാസം മുമ്പ് ഞാൻ ലീവ് അപ്രൂവലായ അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളൊരു ചെറിയ ഒരു ക്ലിപ്പുകളാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സൗണ്ടൊക്കെ ഒരു സുഖമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാട്ടോ. തുടക്കത്തിൽ തന്നെ ഒരു ഇൻട്രോ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ ലീവ് അപ്രൂവലായി അന്ന് തുടങ്ങി പിന്നെ നമുക്കൊരു പാക്കിങ്ങും വൃത്തിയാക്കലും എടുത്ത് വെക്കലും ഓരോന്ന് മേടിക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള റൂം ഒതുക്കലും വാരലും വലിക്കലൊക്കെ ആയിട്ട് ഓരോ ദിവസം അതായത് ജനുവരി 30 അപ്രൂവൽ കിട്ടിയിട്ട് അന്ന് തന്നെ എനിക്ക് ടിക്കറ്റും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളായിട്ട് പിന്നെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാർച്ച് 1 ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു 30 ദിവസം ഇങ്ങനെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പോയിട്ട് ഞാനൊരു പെണ്ണായിട്ടൊരു പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെതായ കുറവും കൂടുതലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് കൂട്ടി ചുരുക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ ഒരു സ്വർണ്ണമൊക്കെ മേടിച്ച് കൂട്ടി വെച്ച് അങ്ങനെയൊക്കെ ആ ഒരു സമയത്താണ് മഴയൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ റൂമിൽ ഒരു ഗാനി ഉണ്ടായിരുന്നു. ആൾ റിസൈൻ ചെയ്ത് പോയപ്പോൾ ആളുടെ കബോർഡ് എനിക്കങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടി. അങ്ങനെ ഒരേ രാവെണ്ണിക്കൊണ്ടിരുന്ന് നിൽക്കുമ്പോഴാണ് മഴ വന്നിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ. അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മഴ വന്നിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് റൂമിൽ സീലിങ്ങൊക്കെ ചോർന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വെയിലൊക്കെ ഒന്ന് ശരിയായി. പിന്നെ ഈ പറഞ്ഞ പോലെ മഴ പിന്നെയും വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാവരോടത്തും യാത്ര പറയലും പിന്നെ ഓരോ ദിവസമായിട്ട് അലൈൻ്റെ സെൻറ്ററിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ ഒപ്പിക്കലും. ഇത് മഴ പെയ്തതിന് ശേഷം ഉള്ള വീഡിയോസാണ്. മഴ പെയ്തതിന് ശേഷം റൂമൊക്കെ ആകെ വൃത്തികേടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടുള്ള കുട്ടിയും കൂടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നീക്കി വെച്ച് തേച്ച് കഴുകി, അതായത് കഴുകിയെടുത്ത് ഞങ്ങൾ റൂം. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞിട്ട് വാട്ടർ ക്ലീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിലും പതിവിൽ കൂടെ ഞങ്ങൾ ഒന്നുകൂടെ വൃത്തിയാക്കി. അപ്പോൾ ഇത് ഒരുപാട് എടുത്ത് വെച്ച് ക്ലിപ്പുകളൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഓരോ ദിവസങ്ങൾ അതായത് ഓരോ ആഴ്ചകൾ ഡേ ഓഫിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തത്. ഒരുപാട് പ്രതിസന്ധികളും ഈ പറഞ്ഞ പോലെ സമയക്കുറവും
പിന്നെ നമ്മളൊരു പെൺകുട്ടീനെ കൊണ്ട് അത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതൊക്കെ നമുക്കിപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മൾ ജോലിക്ക് പോകണം, ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഭക്ഷണവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള സമയങ്ങളൊക്കെ തീർക്കണം. അങ്ങനെ ലാസ്റ്റ് ഉള്ള പർച്ചേസിങ് റൂമിലുള്ള സീതയുടെ കൂടെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ഞാൻ പോരണന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഞാൻ എല്ലാവരും വൃത്തിയാക്കി ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി. ഇത് ഞാൻ പോരണന്നത്തുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇനി ഞാൻ ഇതിപ്പോൾ നാട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കണത്. അതുകൊണ്ട് തന്നെ പനിയൊക്കെ പിടിച്ച് ജലദോഷമൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വോയിസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോരണ സമയത്ത് നമ്മളെ റൂമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അവിടെ നിന്ന് പോരുമ്പോഴൊരു സങ്കടം തന്നെയാണല്ലോ. അതായത് നമ്മളൊരു പ്രവാസിയായിട്ട് ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. അതായത് കുടുംബം കാണുമ്പോഴും നാട് കാണുമ്പോഴും നമ്മുടെ ഗൾഫൊന്നും നമുക്കൊന്നുമില്ല എന്നുള്ളത് നമ്മളിവിടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. എന്നാലും നമ്മുടെ അത്താണി നമുക്ക് കെടുക്കണത് അവിടെയല്ലേ. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് എനിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് പിടിച്ച് നിൽക്കാനൊരു ഇഷ്ടമുണ്ട്. അവിടെ പോയിട്ട് വീണ്ടും ജോലി എടുക്കണം, കുടുംബം നോക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ പോരണ സമയത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ്. ഇത് പോകാനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. പോരണ സമയത്ത് റൂമിൽ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് മാർച്ച് 1 തുടങ്ങി ഏപ്രിൽ 19 വരെയാണ് എനിക്ക് ഓഫ് കിട്ടിയേക്കണത്, 50 ദിവസത്തെ ലീവ്. അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരെ ചോദ്യങ്ങൾക്ക് മറുപടി അതിനൊരു പ്രസക്തിയൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നണത്. അതായത് ലീവിനാണോ, മെഡിക്കൽ ലീവാണോ, എമർജൻസി ലീവാണോ, എന്താന്നില്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യങ്ങളാണ്. അൽഹംദുലില്ലാഹ് എനിക്കിപ്പോൾ ഈ സമയം വരെ എൻ്റെ കമ്പനി എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സോൾവായി. ഇനി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം. അപ്പം അതുകൊണ്ട് തന്നെ ആനുവൽ ലീവിനാണ് വന്നിട്ടുണ്ട്. 2 വർഷത്തെ ആനുവൽ ലീവ് കൂട്ടിയെടുത്തിട്ട് 60 ദിവസത്തെ ലീവിൽ 50 ദിവസത്തെ ലീവിനാണ് ഞാൻ വന്നിട്ടുണ്ട്. 10 ദിവസം ഞാൻ അവിടെ നിന്ന് കീപ്പ് ചെയ്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്കൊരു സർപ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഞാൻ ചട്ടപ്പടയേന്ന് എടുത്തു കൂട്ടിയ ചെറിയ ചെറിയ വീഡിയോസാണ്. ഇനിയിപ്പോൾ നാട് പോയി കാണുമ്പോൾ ആ ഒരു സന്തോഷം വേറെ, ഇനി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ഒരു സങ്കടം, ഇവിടെ നിന്ന് പോകുമ്പോൾ വേറൊരു സങ്കടം. എല്ലാവരും സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ നമ്മുടെ മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ പോണ വഴിയിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ഉമ്മച്ചിയുടെ ജ്യേഷ്ഠത്തി അബുദാബിയിൽ എയർപോർട്ടിൻ്റെ തൊട്ടരിയത്ത് ഇപ്പോൾ വന്ന് താമസിക്കുന്നുണ്ട് മോൻ്റെ കൂടെ. അപ്പോൾ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു പോണ വഴിയിൽ മുത്തുമാനെ കയറി കാണണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള യാത്രയാണ് ആദ്യം. അതിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തൊരു 10-20 മിനിറ്റ് സമയമേ ഉള്ളൂ. എയർപോർട്ടിൽ എൻ്റെ കൊച്ചാപ്പാടെ മോള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനും പിന്നെ എൻ്റെ റൂമിലുള്ള കുട്ടിയും കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. പോണ വഴിയിൽ ഒരു പോലീസിൻ്റെ കാറ്, ഞങ്ങൾ അവരെ ഫോളോ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. അപ്പം അങ്ങനെ പോണ വഴിയിലുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് എടുത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ സൺഷൈനൊക്കെ, അതായത് ഞാൻ റൂമിൽ നിന്ന് 4:30 സമയത്തോടുകൂടി ഇറങ്ങിയത്. 5:30-6:00 ഞാൻ അബുദാബിയിൽ മുത്തുമാടെ എത്തി. അപ്പോൾ ആ പോണ വഴിയിൽ ഇങ്ങനെ സൂര്യന് അസ്തമിക്കണ ഒരു ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കണത്. യാത്രയിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അറിവില്ലാണ്ടൊക്കെ പറ്റുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ, അതൊക്കെ പിന്നെ നമുക്ക് പിന്നീടൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഓർമ്മകളായിട്ട് സൂക്ഷിച്ച് വെക്കാന്നുള്ളതിൽ അങ്ങനെ മുത്തുമാട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തോടുകൂടി എൻ്റെ കൊച്ചാപ്പാടെ മോള് അങ്ങോട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിൽ അവരും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് സൈഡിൽ പാർക്ക് ചെയ്തിട്ട്, പക്ഷെ അവർ ഞങ്ങളെക്കാളും മുമ്പ് എത്തി. അൽഹംദുലില്ലാഹ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടി. പെണ്ണുണ്ടെങ്കിൽ എയർപോർട്ടൊക്കെ പുതിയതൊക്കെ ആക്കി ആ ഒരു എയർപോർട്ടിൽ നിന്ന് എനിക്ക് വരാൻ പറ്റിയത്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അബുദാബി എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയതെന്നുണ്ടെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ലല്ലോ. ആകെ ഒരു വർഷത്തിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതായത് അങ്ങോട്ട് പോണ സമയത്ത് എനിക്ക് ചെവിയുടെ അടഞ്ഞിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കാരണം എനിക്കൊരു ചെറിയൊരു പേടി മാത്രം ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് ഫ്ലൈറ്റിൽ നിന്നുള്ള ആ ഒരു ഭയമൊന്നുമില്ല. എല്ലാവരും ചോദിക്കും ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് പേടിയുണ്ട്. ഫ്ലൈറ്റിൽ നിന്നുള്ള ആ ഒരു പേടിയൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ താഴത്ത്, ഒന്നില്ലെങ്കിൽ മേലയിൽ നിന്നുള്ള ആ ഒരു അവസ്ഥയാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ചിന്തിച്ചുകൊണ്ടിരിക്കണമല്ലോ.
അങ്ങനെ ഞങ്ങളെല്ലാവരും അവരും ഞങ്ങളും തമ്മിൽ കണ്ടുമുട്ടി. ചാപ്പാടെ മോൾ എനിക്ക് ഒരുപാട് സഹായമൊക്കെ ചെയ്തെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും സലാമൊക്കെ ചൊല്ലി യാത്രയായി. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വിൻഡോ സീറ്റൊക്കെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വിൻഡോ സീറ്റായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ ലാഗ് ചെയ്ത കാരണം എനിക്ക് സീറ്റൊക്കെ എൻ്റെ ഒറിജിനൽ സീറ്റൊന്നല്ല കിട്ടിയത്. അങ്ങനെ എനിക്ക് വിൻഡോയുടെ അടുത്തിരുന്ന ചേട്ടൻ എനിക്ക് വീഡിയോ എടുത്ത് തന്ന് സഹായിച്ചതാണ്. അങ്ങനെ പിന്നെ 5:30-6 മണിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ അൽഹംദുലില്ലാ നല്ല യാത്രയൊക്കെ തന്നെയായിരുന്നു. ഉമ്മയും എൻ്റെ 2 മക്കളും ഇത്താത്തയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു. ഇളയ മോനിക്ക് ഈ പറഞ്ഞ പോലെ മദ്രസയിൽ പരീക്ഷ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അത് കരുപ്പെടുന്ന പാലം, കൊടുങ്ങല്ലൂർ പാലം പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അതായത് നമ്മൾ പോണ സമയത്ത് പോലെയല്ല ഇപ്പോൾ വന്നപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളായി. പിന്നെ ഇത് വീടിൻ്റെ പരിസരങ്ങളൊക്കെയാണ്. ഇനിയും ഒരുപാട് നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരണം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ. 50 ദിവസത്തെ ലീവുണ്ട്. അൽഹംദുലില്ലാ വീടൊക്കെ റാഹത്താണ്. എൻ്റെ ഉമ്മാട് ഒരുപാട് നല്ല ചെടികളും പൂക്കളൊക്കെ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ്. മക്കളൊക്കെ വലിയതായിട്ടുണ്ട്. അങ്ങനെ ഉമ്മാക്കും മക്കൾക്കൊക്കെ പറഞ്ഞിട്ട് ചെറിയതൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഉമ്മാടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്ക് പിന്നെ അങ്ങനെ പുറത്തൊക്കെ പോയി കുറച്ച്. ഇപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും പിന്നെ എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, പനഡോളിൽ അലർജിക്കായിട്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന സമയത്തുള്ള ഒരു അങ്കലാപ്പിൽ വഴിയൊക്കെ മാറി വരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഇടയിലൊക്കെ അവർ തന്നെ ഈ വഴിയിൽ നിന്ന് ആ വഴിയിലേക്കൊക്കെ വിട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തണത്. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ കാണുന്നത് സങ്കടമാണോ സന്തോഷമാണോ എന്തെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ നാട്ടിലെത്തിയത്. അതായത് ഇപ്പോൾ ഈ കാണിക്കുന്നത് വഴി മാറിയിട്ട് വരുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്.